ആരംഭ ശുഷ്കാന്തിയും തിരഞ്ഞെടുപ്പിന് മുൻപത്തെ വാഗ്ദാനവുമെല്ലാം കഴിഞ്ഞ് മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയിട്ടുണ്ട് മക്കളെ. അമ്മയുടെ തിരഞ്ഞെടുപ്പിന് മുൻപ് ഉയർന്നു കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു അതിജീവിതയുടെ തിരിച്ചുവരവും അവർക്ക് ലഭിക്കേണ്ട നീതിയുമെല്ലാം. ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഒരു സ്ത്രീ തന്നെ പ്രധാന സ്ഥാനത്തേക്ക് വന്നപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസമൊക്കെ പ്രതീക്ഷിച്ചതാണ്. എന്നാൽ ദേവൻ ആ സ്ഥാനത്തിരുന്നാൽ എന്താണോ സംഭവിക്കുമായിരുന്നത് അതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല ഇപ്പോഴത്തേതും എന്നാണ് അമ്മയുടെ പുതിയ കാര്യക്കാരി പറയുന്നത്. ശ്വേതാമേനോൻ അമ്മയുടെ തലപ്പത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മാധ്യമങ്ങളിൽ നിന്നും ആദ്യം നേരിട്ട ചോദ്യം സംഘടനയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് രാജിവെച്ചു പോയ അതിജീവിത അടക്കമുള്ള താരങ്ങളെ തിരികെ എടുക്കുമോ എന്നതായിരുന്നു. അന്ന് ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം തന്നെയാണ് തങ്ങളെന്നും രാജിവെച്ചവരെല്ലാം തിരികെ വരണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ രാജിവെച്ചവർക്ക് തിരിച്ചു വരാൻ അതിൻ്റെതായ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടെന്ന് ശ്വേത ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അത് ന്യായം തന്നെ. കഴിഞ്ഞ ദിവസം പുതിയ ഭരണസമിതിയുടെ ആദ്യ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിരുന്നു. ഇതോടെ രാജിവെച്ചവരുടെ കാര്യത്തിൽ എന്ത് നിലപാടാണ് സംഘടന കൈക്കൊണ്ടതെന്ന ചോദ്യങ്ങൾ വീണ്ടും ഉയരുകയായിരുന്നു. എന്നാൽ പുതിയ ഭരണസമിതി ഇത് സംബന്ധിച്ച് തീരുമാനങ്ങളൊന്നും കൈക്കൊണ്ടിട്ടില്ലെന്നാണ് ശ്വേതാമേനോൻ ഇപ്പോൾ പറയുന്നത്. അതായത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ തന്നെ എന്ന്. ഇതിനിടെ ചില അംഗങ്ങൾക്ക് അതിജീവിതയെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ കടുത്ത അതൃപ്തിയുണ്ടെന്നും ഇപ്പോൾ അവരെ തിരികെ കൊണ്ടുവരേണ്ട എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് എന്നും ഒരു പ്രതികരണവും ഒരു ന്യൂസ് ചാനലിൽ ശ്വേതാമേനോൻ നടത്തുകയുണ്ടായി. ധൃതി പിടിച്ച് കൊണ്ടുവരണ്ടെന്നും ജനറൽ ബോഡി യോഗത്തിൽ വിഷയം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാമെന്നുമാണ് ശ്വേത വ്യക്തമാക്കിയത്. സമിതി അംഗമായ ജോയ് മാത്യുവും സമാന നിലപാടാണ് സ്വീകരിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ താരസംഘടനയിൽ നിന്നും ഔദ്യോഗിക പ്രതികരണമൊന്നും ഇനി വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. അതിനിടെ മെമ്മറി കാർഡ് വിവാദത്തിൽ അന്വേഷണം വേണമെന്ന തീരുമാനം വന്നിട്ടുണ്ടെന്ന് യോഗത്തിന് ശേഷം ശ്വേത വ്യക്തമാക്കുകയുണ്ടായി. അത് വേണം. മെമ്മറി കാർഡ് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തുകയും വേണം. ആക്രമിക്കപ്പെട്ടതിനേക്കാൾ ഗൗരവം അറിയിക്കുന്ന ഒന്ന് തന്നെയാണ് കളവ് പോകുന്നത്. ഇതിനായി കമ്മിറ്റി രൂപീകരിക്കണം. അതിലെ അംഗങ്ങളെ തീരുമാനിക്കണം. തിരക്കിട്ട പണി തന്നെ. ഔദ്യോഗികമായി ആദ്യമായിട്ടാണ് കൂടുന്നത്. ഗുരുതര വിഷയങ്ങളുടെ ഗൗരവം ഒട്ടും ചോരാതെ തന്നെ കൈകാര്യം ചെയ്യും. അല്ല, ഈ ഗുരുതര കാര്യങ്ങളിൽ അതിജീവിതപ്പെടില്ലേ? അമ്മയ്ക്കേറ്റ ഏറ്റവും വലിയ കളങ്കം തന്നെയല്ലേ അത്? അമ്മയുടെ അംഗങ്ങൾ ഉന്നയിച്ച വിഷയത്തിൽ അന്വേഷണം നടത്തേണ്ടതാണത്രേ അവരുടെ പ്രധാന ഉത്തരവാദിത്വം. ഓണം വരികയല്ലേ, അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് എന്നാണ് പ്രസിഡന്റ് പറയുന്നത്. മനസ്സിലായോ? മെമ്മറി കാർഡും അന്വേഷിക്കും, അതിജീവിതത്തെ തിരികെ കൊണ്ടുവരികയും ചെയ്യും. പക്ഷേ ആദ്യം ഓണം ആഘോഷിക്കണം. അല്ലെങ്കിലും ആ പ്രശ്നം നടന്ന അന്ന് മുതൽ ഈ കേസ് ഫ്രെയിം ചെയ്തത് എടുത്തതാണെന്ന് പറഞ്ഞ് ദിലീപിനെ സുഖിപ്പിച്ചു നടന്നവരിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നതാണ് എൻ്റെ ഒരു ഇത്. നമുക്ക് ഓണം കളറാക്കണം. പ്രഥമനൊരു 10 കൂട്ടം വേണം. പൂക്കളം ഇടണം. വടംവലിയും കുറച്ച് സ്റ്റേജ് ഷോകളും വേണം. ഇതിൻ്റെ ഇടയിൽ സൗകര്യം പോലെ ആ മെമ്മറി കാർഡ് എവിടെ പോയി എന്നും അന്വേഷിക്കാം. ബാക്കിയെല്ലാം പിന്നെ ആവട്ടെ. അത്ര തന്നെ.